بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وإن شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ولقد أوحي إليك وللذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും ഗൗരവം വിശുദ്ധമായ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നശ്വരമായ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ഈ ലോകത്ത് ജീവിച്ച് നാളെ പരലോകത്ത് അള്ളാഹു തൃപ്തിപ്പെട്ട അടിമയായി സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. എന്നാൽ സ്വർഗം ഹറാമാക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു, മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഖറമല്ലാഹു അലൈഹിൽ ജന്ന. തീർച്ചയായും ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കുചേർക്കുകയാണെങ്കിൽ അവന് സ്വർഗം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം, യാ ബുനയ്യ, ഏ കുഞ്ഞുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അള്ളാഹുവിനോട് പങ്കുചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നുള്ളത് മഹത്തരമായ ഒരു പാതകം തന്നെയാണ്. ഈ ഉപദേശം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഒന്നാമത്തെ അധ്യാപനം ശിർക്കിന്റെ ഗൗരവമാണ്, തൗഹീദിന്റെ മഹത്വമാണ്. ഇപ്പോ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. എന്നാൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്ക് തൗഹീദ് മനസ്സിലാക്കാനും ശിർക്കിന്റെ ഗൗരവം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ കൃത്യമായും വ്യക്തമായും ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും പുറത്തു തരാത്ത തെറ്റെന്താണ്?
ശിർക്ക് ചെയ്യുക, അവനോട് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ വഴിപഴച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശിർക്ക് എന്താണെന്നും തൗഹീദ് എന്താണെന്നും കൃത്യമായും വ്യക്തമായും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ശിർക്ക് നടക്കപ്പെടുന്നത്, വേദഗ്രന്ഥം നൽകപ്പെടാത്ത ആളുകൾ ശിർക്കിൽ ജീവിക്കുമ്പോൾ വേദഗ്രന്ഥം അന്ന് കിട്ടിയിട്ടും ഞങ്ങളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത ശിർക്കിലേക്ക് നയിക്കപ്പെട്ടതുപോലെ മരിച്ച മഹാന്മാരുടെ ഖബറുകളാണെന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും വർഷാവർഷം അവിടെ ആണ്ട് നടത്തുകയും നേർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ്. ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും വിമർശന മനോഭാവത്തോടു കൂടി ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് ആക്ഷേപമാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ ആരാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ആരാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തുന്നത്? സഹോദരങ്ങളെ, അതിന് വ്യക്തമായ മറുപടി പറയാൻ ശിർക്കിൽ നിന്നും തൗഹീദ് മനസ്സിലാക്കി വന്ന എന്നെ പോലുള്ള ആളുകൾക്ക് കഴിയും. കാരണം ജീവിതം ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഇഹ്സാനോട് കൂടി കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ റബ്ബ് നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ ജീവിതത്തിൽ രോഗം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതല്ലെങ്കിൽ മറ്റെല്ലാ അവസ്ഥകളെ കൊണ്ടും റബ്ബ് നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാം, ആ പരീക്ഷണങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? റബ്ബിനോട് മാത്രമാണ്. എന്നാൽ എവിടെ പോയി ജീവിതം എന്ന ഈ ഒരു പരീക്ഷണത്തെ കുറിച്ച് അറിയാതെ എവിടെ പോയി കഴിഞ്ഞാലാണ്, എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറുക എന്നത് അറിയാതെ ഞങ്ങളൊക്കെ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഈ തലേക്കെട്ടുകാരായ വേഷധാരികളായ ആളുകൾ നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് അതല്ലെങ്കിൽ മഖ്ബറകളിലേക്ക് ഞങ്ങൾ പോയിരുന്നു. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഒരു 2009 കാലഘട്ടത്തിൽ എന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അപകടത്തിലൂടെ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നിരവധി സർജറികൾ ഞാൻ ചെയ്തു, പക്ഷെ എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ല. നമ്മളൊക്കെ പറയില്ലേ, കണ്ണ് ഉള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത്. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ കണ്ണുകൾ. കാരണം കണ്ണില്ലാതെ നമ്മൾ എങ്ങനെയാ നടക്കുക? സുബ്ഹാനല്ലാഹ്. ആ കണ്ണ് നഷ്ടപ്പെട്ട സംഭവത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് വിശ്വാസപ്രകാരം ഒരുപാട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരാധനകളും നേർച്ചകളും ഒക്കെ നടത്തി. പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു പണ്ഡിത വേഷധാരിയായ ഒരു മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ത് ചെയ്യണം? എന്നോട് അവര് പറഞ്ഞു, കോഴിക്കോട് ഇടിയങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഖ്ബറയുണ്ട്, നീ അവിടെ പോണം. എന്ത് അവയവങ്ങൾ അവിടെ കേടുവന്നിട്ടുണ്ടെങ്കിലും ആ അവയവങ്ങൾക്ക് പകരമായി നമ്മളൊരു നേർച്ചയാക്കുകയാണെങ്കിൽ, കണ്ണാണെങ്കിൽ കണ്ണിന്റെ രൂപം, കാലാണെങ്കിൽ കാലിന്റെ രൂപം, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കാഴ്ച നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നമുക്കറിയില്ല റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഗൗരവമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നേർച്ച കൊടുക്കുന്നതിന്റെ ഗൗരവമോ ഒന്നും അറിയില്ല. കാഴ്ച കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു മഖ്ബറയിലേക്ക് പോവുകയുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്നു, എന്നോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്, എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ പറഞ്ഞു, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച ഇതുപോലെ ഒരു പരീക്ഷണത്തിൽ നഷ്ടപ്പെട്ടു. എന്നോട് ഒരു ഉസ്താദാണ് പറഞ്ഞത്, ഇവിടെ വന്ന് കണ്ണിന്റെ രൂപം ഇവിടെ നേർച്ചയായി സമർപ്പിക്കുകയാണെങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടും. എന്ത് അവയവങ്ങൾക്കാണെങ്കിലും ആ അവയവങ്ങളുടെ രൂപങ്ങൾ ഇവിടെ സമർപ്പിക്കണം എന്നുള്ളത്. ഓ, ഇങ്ങനെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അത്ഭുതകരമായ കറാമത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തുനിന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു രൂപം വാങ്ങി ഇവിടേക്ക് നേർച്ചയാക്കണം. അതോടൊപ്പം തന്നെ ചാരം മൂടാനുള്ള പട്ടും അതുപോലെ തന്നെ നിലവിളക്കും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നിലവിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയും നമ്മളത് അവിടെ സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് ഈ കോടാനുകോടി മനുഷ്യരിൽ നിന്നും ഇസ്ലാമിന്റെ മഹത്തരമായ സന്ദേശങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇസ്ലാം സ്വീകരിക്കാനും ഭാഗ്യം കിട്ടിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മോട് നമസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹുവെ, നീ തന്നതിനെ തടുക്കാനും വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞു വെച്ചതിനെ തരാനും മറ്റാർക്കും കഴിയുകയില്ല. ഈ സന്ദേശം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ജാഹിലിയ കാലങ്ങൾ ഓർമ്മ വന്നു. പഠിച്ചോനെ, ഇന്നും ഈ കണ്ണിന് കാഴ്ചയില്ല, നീയാണത് തടഞ്ഞു വെച്ചത്.
നീ തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നീ തന്നതിനെ തടുക്കാനും ഈ ലോകം മുഴുവൻ അള്ളാഹു നമുക്കൊരു നന്മ നൽകാൻ ഉദ്ദേശിച്ചാൽ എതിര് നിൽക്കുകയാണ്. നമുക്ക് എതിര് നിൽക്കുകയാണെങ്കിലും തീർച്ചയായും ആ നന്മ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് എത്തിക്കും. എന്താണ് ഈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മറന്നുകൊണ്ട് ഈ മനുഷ്യർ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച കഴിക്കാൻ വേണ്ടി പറഞ്ഞത്? ഇത് തൗഹീദാണോ? ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്നുള്ളതാ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ ഇവിടേക്ക് നിയോഗിച്ചത്? വമാ അർസൽന, തീർച്ചയായും ഞാൻ നിയോഗിച്ചിട്ടില്ല, മിൻ ഖബലിക്, താങ്കൾക്ക് മുമ്പും, മിൻ റസൂലിൻ, ഒരു റസൂലിനെയും, ഇല്ലാ നൂഹി ഇലൈഹി, വ്യക്തമായ വഹി അവർക്ക് നൽകപ്പെടാതെ. എന്താണ് വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, തീർച്ചയായും ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം നൽകാൻ വേണ്ടി. എന്നാൽ ഖാതമ നബിയായ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇവിടെ ഒരു പ്രവാചകൻ വരാനില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചക ശൃംഖല അവസാനിപ്പിച്ചു എങ്കിലും അന്തിമ നാള് വരെയും മനുഷ്യ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നുബുവത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു, തീർച്ചയായും അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ. ഇന്ന് നമുക്കറിയാം, ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, നവാമുകുന്ദ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് മരണപ്പെട്ട ആളുകളുടെ ബലികർമ്മത്തിന് വേണ്ടി പാവപ്പെട്ട അമുസ്ലിമീങ്ങൾ അവരവിടേക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് പോകുന്ന സമയത്ത് കുറ്റിപ്പുറത്ത് റോഡിന്റെ അരികിൽ ഒരു ജാറം കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രദേശവാസികളായ ആളുകൾ പറയുന്നത് ആ ജാറം, അങ്ങനെ ഒരു ജാറം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് ജനങ്ങൾ ശംസുൽ ഉലമ എന്ന് വിളിക്കപ്പെടുന്ന, മരണപ്പെട്ട ആളുകളെ കുറ്റം പറയല്ല, ഇതിന് ഗൗരവം മനസ്സിലാക്കണം. ശംസുൽ ഉലമ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടെ ഇങ്ങനൊരു ജാറമുണ്ടെന്ന് സ്വപ്നം കാണുകയും ആ ജാറത്തിലേക്ക് അദ്ദേഹം വന്ന് അബൂബക്കർ സിദ്ദീഖ് പിന്നെ റളിയല്ലാഹു അൻഹു കൂടി എഴുതിയിട്ടുണ്ട്. എന്താണത് അങ്ങനെ എഴുതിയതിന്റെ അടിസ്ഥാനം എന്നറിയില്ല, അദ്ദേഹം പേരിട്ടു എന്നുള്ളതൊക്കെയാണ്. സഹോദരങ്ങളെ, നമ്മളൊന്നും ആ വഴി പോകുമ്പോ പാവപ്പെട്ട മനുഷ്യർ അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് അറിയാത്ത ആളുകൾ അവിടെ വന്നിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുമ്പോൾ നമുക്ക് വിഷമാണ്. നമ്മൾ പോകും, നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടൂ, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്കൊരു ജീവിതം വരാനുണ്ട്, അവിടെ നമ്മൾ പ്രയാസപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ നമ്മളെ വഹാബി എന്നും തീവ്രവാദി എന്നും പറഞ്ഞ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആക്രമിക്കാനും ഉപദ്രവിക്കാനും നിൽക്കാറുണ്ട്. ഇതാണോ സുന്നത്ത് ജമാഅത്തിന്റെ ചര്യ? ഇതിനാണോ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്? ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ചെയ്യേണ്ട പണി ഇതാണോ? അല്ല. ഇവർക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യമായി തൗഹീദിന് പണി കഴിപ്പിച്ച അള്ളാഹുവിന്റെ ഭവനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൊടുങ്ങല്ലൂർ ചേരമാ മസ്ജിദ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് തൗഹീദിന്റെ സന്ദേശവുമായി വന്ന സ്വഹാബാക്കളാണ് അവിടെ ഉള്ളത്. അവിടെ ഒന്ന് പോകണം, അവിടെ ഒന്ന് കാണണം എന്നുള്ളത്. ഇസ്ലാം സ്വീകരിച്ച് ഈ അടുത്ത സമയത്ത് ആ പള്ളി സന്ദർശിക്കാൻ വേണ്ടി പോയ സമയം സ്വഹാബാക്കളാണെന്ന് പറയുന്ന ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും അതിനെ മനോഹരമായ രീതിയിൽ അലങ്കരിക്കുകയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ദർശനം നടത്തി വരുന്ന അമുസ്ലിമീങ്ങളിൽ ഒരു 50% ആളുകൾ പിന്നീട് നേരെ വരുന്നത് ഈ ജാറത്തിലേക്കാണ്. അവിടെ വരുമ്പോ ആ ജാറത്തിന്റെ കാര്യസ്ഥൻ അവരുടെ തലയിൽ ഇങ്ങനെ ആ ജാറത്തിലെ പട്ട് ഇങ്ങനെ തലയിൽ വെച്ചു കൊടുക്കും, നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്ന പോലെ വെഞ്ചരിക്കുന്നത് പോലെ. ഇത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആ പട്ടെടുത്ത് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്തോതി ഈ ജാറത്തെ ഇങ്ങനെ മൂടുകയാണ്. ഇത് കണ്ടപ്പോ വല്ലാത്ത മനോവിഷമം തോന്നി. തൗഹീദ് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ഒരാളെന്നുള്ള നിലയിൽ ആ പള്ളിയുടെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉസ്താദെ, ഞാനിങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. നമുക്കറിയാം, ഈ കിടക്കുന്നത് സ്വഹാബാക്കളാണെങ്കിൽ അവരിവിടേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനും ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളെല്ലാവരും മരിക്കും. ഈ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തിന് ശേഷം ഖബറിൽ നമുക്ക് വിചാരണ ഉണ്ട്, നമുക്ക് ചോദ്യമുണ്ട്. മൻ റബ്ബുക,
ഇത് മുസ്ലിമിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യമാണോ, അതല്ല മുസ്ലിമീങ്ങളായ മുഴുവൻ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യമാണോ? അദ്ദേഹം പറഞ്ഞു, യാതൊരു സംശയമില്ല അബ്ദുറഹ്മാൻ, അത് എല്ലാ മനുഷ്യരും ചോദ്യം ചെയ്യപ്പെടും. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? എന്താ ഉസ്താദെ നമ്മൾ മറുപടി പറയേണ്ടത്? റബ്ബി അല്ലാഹ്, അള്ളാഹു ആണ് എന്റെ റബ്ബെന്ന് പറയണം. അതുപോലെ തന്നെ വമാ നബിയുക, ആരാണ് നിന്റെ നബി എന്നുള്ള ചോദ്യം, അതും ഉസ്താദെ നമ്മളോട് മാത്രമാണോ, അതല്ല മറ്റുള്ളവരോട് ചോദിക്കൂ? എല്ലാ ആളുകളോടും ചോദിക്കും. മാ ദീനുക, ഏതായിരുന്നു എന്റെ ദീൻ? ഇത് ചോദിക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? ഇസ്ലാമാണ് എന്റെ ദീൻ എന്നുള്ളതാണ്. ഉസ്താദെ, ഈ സ്വഹാബാക്കൾ ഇവിടെ വന്നത് ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ കണ്ടു, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ വന്ന ആളുടെ തലയിൽ ഈ പച്ച തുണി വെക്കുന്നു, അത് കഴിഞ്ഞ് ഫാത്തിഹ ഓതിയിട്ട് ഇതിങ്ങനെ ജാറം മൂടുന്നു. അയാളുടെ നോട്ടിൽ നിന്നും അയാളുടെ വിയർപ്പിന്റെ മണമുള്ള നോട്ടുകൾ വാങ്ങി നിങ്ങൾ മേശയിൽ വെക്കുന്നത് ഞാൻ കണ്ടു. ഇതാണോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൻഹിയ ഹും മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്ത് നിലകൊണ്ട മാർഗത്താണോ? അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ, നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ ഇസ്ലാം പറഞ്ഞു കൊടുത്ത ജനങ്ങൾക്ക്? അത് വലിയ പ്രശ്നമല്ലേ, അത് വലിയ പ്രയാസമല്ലേ? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹോദര, നിങ്ങള് ഇതര മതസ്ഥരുടെ ആരാധനാലയത്തിൽ പോയി തൗഹീദ് പറയേണ്ട കാര്യമില്ല. പക്ഷെ അറിവില്ലാതെ മനുഷ്യർ എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് തന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുക എന്നത് അറിയാതെ, ജീവിതം ഒരു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഈ കേന്ദ്രത്തിലേക്ക് വരുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഞാനത് പറഞ്ഞു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ അവിടെ സമാനമായ രീതിയിൽ ഈ പ്രവൃത്തി ഞാൻ അദ്ദേഹത്തിന് നസീഹത്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ഈ പണി നിർത്തണം, ഇത് ചെയ്യാൻ പാടില്ല. ഈ വിഷയത്തെ ഞാൻ പൊതുസമൂഹത്തെ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു. തൗഹീദിന് വേണ്ടി പണി കഴിപ്പിച്ച ഇന്നത്തെ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അവസ്ഥ, ഇതിലൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. അബ്ദുറഹ്മാൻ, നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇവിടെ വരണം. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിച്ചു വരുത്തും, അതുപോലെ തന്നെ പരാതിക്കാരനെയും വിളിച്ചു വരുത്തും. നമുക്ക് കാര്യങ്ങൾ പറയാമെന്നുള്ള ധാരണയിൽ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. ഇവിടെ നിങ്ങൾ ഈ കൊടുങ്ങല്ലൂർ ചേരമ മസ്ജിദിൽ വന്ന് മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നും ഇവിടെ അക്രമം നടത്താൻ പ്ലാൻ ഇട്ടു എന്നൊക്കെയാണ് അവർ പരാതി തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, സാറേ, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇതിന്റെ ഭാരവാഹികളുമായിട്ടൊന്ന് സംസാരിക്കണം. അതിനു വേണ്ട സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോ തലയെക്കെട്ടുകാരായ മുസ്ലിയാക്കന്മാർ അവിടേക്ക് കടന്നു വരികയാണ്. എന്നോട് വന്നിട്ട് ചോദിച്ചു, നീയാണോ പള്ളിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നീ മുമ്പ് ഒരുപാട് കേസിൽ പ്രതിയല്ലേ? സത്യം, എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് ജയിലിൽ വെച്ചിട്ടാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉക്കാള ചന്തയിലെ വലിയ തെരുവ് ഗുണ്ടയായി ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് അമീറുൽ മുഅ്മിനീങ്ങളുടെ നേതാവായി അദ്ദേഹം മാറിയത് ഇസ്ലാം കൊണ്ടാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം അറിയില്ലേ? എന്റെ ജാഹിലിയ കാലം നിങ്ങൾ അന്വേഷിക്കേണ്ട. അവിടെ നടക്കുന്ന ഈ അനീതി, ഈ അന്ധവിശ്വാസം, പാവപ്പെട്ട ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവരുടെ തലയിൽ പട്ടുവെച്ച് പൈസ വാങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നലെ കയറി വന്ന് നീ ഞങ്ങളെ ഇസ്ലാം പഠിപ്പിക്കണ്ട, ഇനി നമുക്ക് ബാക്കി കോടതിയിൽ നിന്ന് കാണാം. സുബ്ഹാനല്ലാഹ്, അവരെന്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ തന്നെ FIR രജിസ്റ്റർ ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തു, എന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തു. സുബ്ഹാനല്ലാഹ്, അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. സഹോദരങ്ങളെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തിട്ടുള്ള ജീവിതമാണ്. അവിടുത്തെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു കൽപ്പന കൊടുത്തു, യാ അയ്യുഹ റസൂൽ, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ബല്ലിഉ മാ ഉൻസില ഇലൈഹി മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട സത്യം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വഇല്ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലത്ത്, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ റിസാലത്ത് നിറവേറ്റാത്തവനായി നീ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. ഈ സന്ദേശം കിട്ടിയത് മുതൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടികളിലേക്ക്, മക്കയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അത് പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയത്. അല്ലാതെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ മരിച്ചുപോയ ആളുകളെ ഖബറുകൾ കെട്ടിപ്പൊക്കി അതോടൊപ്പം തന്നെ അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയാൽ, അവരെ വിളിച്ച് സഹായം തേടിയാൽ നിങ്ങളെ പ്രശ്നങ്ങൾ നടക്കും, അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള വിശ്വാസം അവർ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഇവിടെ ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആയത്താണ് വലഖദ് ഊഹിയ ഇലൈക, നബിയെ തീർച്ചയായും താങ്കൾക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്. നബിക്ക് മാത്രമല്ല വലില്ലദീന മിൻ ഖബ്ലിക്,
താങ്കൾക്ക് മുമ്പ് വന്ന ഓരോ പ്രവാചകന്മാർക്കും ലൈൻ അഷ്റക്ത, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹ്ബത്തുന അമലുക, താങ്കൾ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും, നിഷ്ഫലമായി പോകും. ഇത് ആരോടാ പറയുന്നത്? അഷറഫുൽ ഖൽഖായ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ താങ്കൾ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. വല തകൂനന്ന മിനൽ ഖാസിരി, താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു ശിർക്കല്ലാത്തതെല്ലാം അവരുദ്ദേശിക്കുന്ന അടിമകൾക്ക് പുറത്തു കൊടുക്കും. പക്ഷെ ഒരിക്കലും പുറത്തു തരാത്ത തെറ്റെന്താണ്? ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. നമുക്കത് ചെയ്യാൻ പാടില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, ഒരേ റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകൻ അനുധാവനം ചെയ്യുന്ന, ഒരേ ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടാൽ മിണ്ടാറില്ല, സലാം പറയാറില്ല, കക്ഷിത്വത്തിലും വിഭാഗീയത്തിലുമാണ്. എന്താണ് കാരണം? ഒരു കൂട്ടർ പറയുന്നു, നിങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരെ അവരെ ആദരിക്കണം, അവരോട് സഹായം തേടണം, അവരെ നേർച്ച കഴിക്കണം, അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. തൗഹീദിന്റെ വക്താക്കൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി മുഅ്മിനീങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട എത്രയോ സ്വഹാബാക്കൾ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരിന്ന് കാണിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ആ സ്വഹാബിയോട് സഹായം തേടുന്ന ഒരു ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. വർഷാവർഷം ഇവർ ആണ്ട് നേർച്ചയും കഴിയുന്നത് പോലൊരു ചര്യ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം ഏതാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പൂർത്തിയാക്കിയ മാർഗമാണ്. അതിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അതാണ് തൗഹീദിന്റെ മതം എന്ന് പറയുന്നത്. ഈ കാര്യം പറയുന്നതിന്റെ പേരിൽ ഇനി പറഞ്ഞതുപോലെ തന്നെ അവര് മാത്രമല്ല, അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്ത്? മക്കളെ, നിങ്ങൾ ഈ പറയുന്ന ആളുകളെ വാക്ക് കേൾക്കരുത്, നിങ്ങൾ പഴച്ചുകൊള്ളൂ. അവർ സ്വയം പഴക്കുകയല്ല, വരുന്നൊരു തലമുറയെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. യാത്രയിലും മറ്റുമൊക്കെ പള്ളി ദറസുകളിൽ പഠിക്കുന്ന കുട്ടികൾ സാധാരണ അവരിങ്ങനെ വണ്ടിക്ക് കൈ കാണിക്കും. അങ്ങനെ കാണിച്ച് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്നും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മയായ ശിർക്കിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, എന്താണ് 10ഉം 15ഉം കൊല്ലം കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി ഈ വീട്ടിൽ നിന്നും പോകുന്ന കുട്ടികളുടെ അവസ്ഥ? ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയില്ല, പക്ഷെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതീവ താല്പര്യം. മഹാന്മാരെ കുറിച്ച് പറയാൻ 100 നാവ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഖുർആൻ അല്ല പഠിക്കുന്നത്, ഞങ്ങൾ മറ്റു കിതാബുകളാണ് പഠിക്കുന്നത്. സഹോദരങ്ങളെ, മുൻഗാമികൾ ഏതൊരു കാര്യം കൊണ്ടാണോ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടത്, അതുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് നേർവഴി പ്രാപിക്കാൻ കഴിയില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഓരോ സമൂഹവും അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോഴെപ്പോഴാണ്? പ്രവാചകന്മാരെ വിയോഗത്തോടു കൂടിയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നും ഗ്രന്ഥം വാങ്ങിക്കാൻ വേണ്ടി അല്പ ദിവസം മാറി നിന്നപ്പോഴേക്കും ആ സമൂഹം എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ഉണ്ടാക്കി, രൂപമുണ്ടാക്കി അവരെ ആരാധിക്കുന്ന ഒരവസ്ഥ വന്നു. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നും വിടവാങ്ങിയിട്ട് 1400 വർഷങ്ങൾ അധികമായി. സ്വാഭാവികമായിട്ടും വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരുടെ വിയോഗത്തോടു കൂടി മനുഷ്യർ വ്യതിചലിക്കുന്നത് പോലെ നമുക്കൊക്കെ വ്യതിചലനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഭിന്നതയിലായ ഓരോ വിഷയവും നമ്മൾ ഖുർആനുമായി സുന്നത്തുമായി തട്ടിച്ചു നോക്കി നമ്മുടെ വിശ്വാസപരമായിട്ടോ നമ്മുടെ കർമ്മപരമായിട്ടോ നമുക്ക് എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആനിലേക്കും നമ്മുടെ സുന്നത്തിലേക്കും മടങ്ങാൻ, അത് മാത്രമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൗഹീദിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതോടൊപ്പം തന്നെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ മതി. അദ്ദേഹം പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യഖൂലു, അവിടെ നിന്ന് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. റസൂൽ പറയുകയാണ്, അള്ളാഹു ദാ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുകൾ ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ലൗ അതൈതനി, നിങ്ങൾ എന്നിലേക്ക് വരികയും, ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം പാപങ്ങളുമായി,
സുമ്മ ലഖീതനി, പിന്നീട് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു, ലാ തുശ്രിക ബി ഷൈഅ, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിൽ. നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ആളുകളാണ്. ജീവിതത്തിൽ നന്മകൾ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണമേ എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊക്കെ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ സംഭവിച്ചു. ഭൂമിയോളം പാപങ്ങളുമായി നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുലേക്ക് മടങ്ങി. എന്നാൽ ആ മടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലാ തുശ്രിക ബി ഷൈഅ, ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർത്തിട്ടില്ല എന്നിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്നെ കണ്ടെത്തുന്നതാണ്, ലൗ അതൈതുഹ, നിങ്ങൾ എന്നെ കണ്ടെത്തുന്നതാണ്, ബി ഖുറാബിഹ മഗ്ഫിറതൻ, ഭൂമിയോളം പാപമോചനവുമായി. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലും ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെയാണ് നാം റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ഭൂമിയോളം പാപങ്ങളുമായാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിലും ഭൂമിയോളം പാപമോചനവുമായി നമുക്ക് നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വാക്കുകളിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശിർക്കിനെ കുറിച്ചും ബിദ്അത്തുകളെ കുറിച്ചും നമ്മൾ പഠിക്കുക. എന്താണ് ബിദ്അത്തുകൾ? അള്ളാഹുവിന്റെ ദീൻ അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്റെ വഫാത്തോടു കൂടി വഹീ നിലച്ചു. ഇനി അതിലൊന്നും കൂട്ടാനും ഇല്ല, കുറയ്ക്കാനും ഇല്ല. സൂറത്ത് ഹാക്കയിലൂടെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, വലൗ തഖവ്വല, അദ്ദേഹം എങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ, അലൈന യാനി എന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ, ബഅദൽ അഖാവീൽ, വ്യാജമായ വല്ല വർത്താനവും. പ്രവാചകന്റെ വാക്കുകളെ കുറിച്ച് നമുക്കറിയാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയ യൂഹാ. അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വഹി അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. അള്ളാഹിന്റെ സന്ദേശങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനോട് പറയുകയാണ്, നബിയെ, താങ്കൾ എങ്ങാനും എന്റെ പേരിൽ വല്ല വ്യാജമായ വർത്തമാനവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ലഅഖ്ദനാ മിൻഹു ബിൽ യമീൻ, താങ്കളെ ഞാൻ വലത് കൈ കൊണ്ട് പിടിക്കുകയും, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, താങ്കളുടെ ജീവനാഡിയെ ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂൽ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹു വഹിയല്ലാത്ത പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും താങ്കൾ ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ താങ്കളെ ഞാൻ വലം കൈ കൊണ്ട് പിടിച്ച് താങ്കളെ കണ്ഠനാടിയെ, ജീവനാടിയെ ഞാൻ മുറിച്ചു കളയുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ എന്തൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പാരമ്പര്യ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന, ഞങ്ങളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നത്, കോഴിക്കോട് ജില്ലയിലെ മടവൂരുള്ള ഒരു മനുഷ്യനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഒന്ന് കണ്ണടച്ചാൽ ഈ പറയുന്നത് പോലെ ആകാശത്ത് ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവരാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ. സുബ്ഹാനല്ലാഹ്, ഇതെവിടുന്ന ഈ വിശ്വാസം കിട്ടിയത്? സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന് വേണ്ടി വാദിച്ചിട്ടല്ലേ ഇന്ന് മുസ്ലിം സമൂഹം ഭിന്നിച്ച് കക്ഷികളായിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ ജനങ്ങൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കാനോ തന്നതല്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു തആല ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്. പരസ്പരം ഭിന്നിക്കുക, കക്ഷിത്വമാവുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. വലാ തകൂനു, നിങ്ങളായി പോകരുതേ, കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിന, പരസ്പരം വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിച്ച് കക്ഷികളായവരെ പോലെ. ഫഉലൈക ലഹും അദാബുൻ അളീം, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വലിയ ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിർക്ക് ചെയ്ത ആളുകളല്ല, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടും ഭിന്നിച്ച് കക്ഷികളായിട്ട്. അല്ലെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വ്യക്തമായ തെളിവുകളെ മുൻനിർത്തി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതര മതത്തിൽ ജീവിച്ചിരുന്ന് എനിക്കിത് മനസ്സിലായി. ഇസ്ലാമിൽ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും അത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസോട് കൂടി പരിപൂർണമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇത്തിബാ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ആ കർമ്മം. സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ തടുക്കുന്നതുമായ ചെറുതും വലുതുമായ ഓരോ കാര്യവും നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിലെവിടെയെങ്കിലും ഇതുപോലെ മരിച്ചുപോയ ആളുകളെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. അതിലെവിടെയെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ മരിച്ചുപോയ ആളുകളോട് ആരെങ്കിലും സഹായം തേടിയതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാൽ ഇന്ന് അതാണ് ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും വരാൻ പോകുന്ന തലമുറയെ വഴിതെറ്റിക്കുകയും ചെയ്യുമ്പോൾ
അള്ളാഹുവിനോട് അവർക്ക് നേർവഴി കാണിക്കാൻ പ്രാർത്ഥിക്കുകയും ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയും അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഒരു ഹദീസും കൂടിയും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഖുത്ബ ഇവിടെ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബാക്കൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലുള്ളാഹ് വമൻ യഅബാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ആരാണ് വിസമ്മതിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്അഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചുവോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, ആരെന്നെ ധിക്കരിച്ചുവോ അവരെന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ചെറുതും വലുതുമായ നന്മകൾ അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കിന്നറിയാമല്ലോ, എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നതയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം ആര് ചെയ്യാൻ കൽപ്പിച്ചാലും ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? അത് റസൂൽ ചെയ്തിട്ടില്ല, പക്ഷെ പിന്നുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിന് തടുക്കുന്നതുമായ ഓരോ കാര്യവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ദീൻ. റസൂലിന്റെ വഫാത്തോടു കൂടി വഹി നിലച്ചു. വഹിയല്ലാത്തതൊന്നും എന്തല്ല, ദീനല്ല സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും തൗഫീഖ് ചെയ്യട്ടെ. ഈ ഖുതുബയിൽ നമ്മൾ ഇവിടുന്നത് കേട്ട കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വെക്കുകയല്ല, നമ്മൾ ജനങ്ങളോട് പറയണം, ജനങ്ങളെ യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കണം. കാരണം നമ്മൾ നേടിയ ഇൽമ അനുസരിച്ചിട്ട് എന്ത് അമൽ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ പള്ളിയിൽ ഇന്നലെ വരെ അമുസ്ലിമായി ജീവിച്ചിരുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അള്ളാഹുവിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള സന്ദേശമായിരിക്കും. ഇതൊരു അറിവാണ്. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ദുനിയാവിൽ മറ്റു സൗകര്യങ്ങൾ കൊടുക്കാന്നല്ല പറഞ്ഞത്. ശാശ്വതമായ പരലോകത്ത് രക്ഷപ്പെടാൻ നാഫിയായ ഇൽമ, ഉപകാരപ്രദമായ ഇൽമ അവന് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നേടിയ ഇൽമ അനുസരിച്ച് എന്തമൽ ചെയ്തു എന്ന് നാളെ പരലോകത്ത് ചോദിക്കപ്പെടുമ്പോ എനിക്കിതൊക്കെ അറിയായിരുന്നു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊരവസ്ഥ നമുക്ക് വരരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منكم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذريتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم.